ഹായ് ഫ്രണ്ട്സ്, ഫോൺ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് എങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. പിന്നെ എങ്ങനെ യൂസ് ചെയ്യാം. ഇത് മൈക്രോസ്കോപ്പ് അലൈൻമെൻറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന മിഡാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നമുക്ക് ഏത് കമ്പനി വേണമെങ്കിലും ഉപയോഗിക്കും. എല്ലാ കമ്പനിയും ഒരേ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നിലവിൽ എൽ ഇ ഡി ലൈറ്റ് ഊരി വെച്ചിരിക്കുകയാണ്. 5x ലെൻസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്കതിനു മുമ്പ് ഇതിൻ്റെ ഓരോ സ്പെയറും എന്തിനൊക്കെ ഉള്ളതാണെന്നുള്ളത് നോക്കാം. ഈ കാണുന്നതാണ് സൂം ഇൻ, സൂം ഔട്ട്. സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഇതാണ് ടെൻഷൻ റോൾ. അതായത് ബ്ലറായ പിക്ചറിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെൻഷൻ റോൾ. പിന്നെ ഉപയോഗിക്കുന്നതാണ് ഐ വിഡ്ത്ത്. അതായത് നമ്മുടെ രണ്ട് കണ്ണിൻ്റെയും വിഡ്ത്ത്. അതായത് നമ്മളിത് നോക്കി കഴിയുമ്പോഴും ഒറ്റ റൗണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയണം. രണ്ട് കണ്ണിലും രണ്ട് കാഴ്ചയായിട്ട് കാണില്ല. ഇത് ഒറ്റ റൗണ്ടിലേക്കും കാണാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെയാണ് ഐ ലെന്ത്. ഐ ലെന്ത് എന്ന് പറഞ്ഞാൽ ഓരോ കണ്ണിൻ്റെയും നമ്മുടെ കാഴ്ചയ്ക്കനുസരിച്ച് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ രണ്ട് കണ്ണിനും രണ്ട് രീതിയിലായിരിക്കും കാഴ്ച. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് ഐ ലെന്ത്. അതിനും ആദ്യം മുതൽ നമുക്ക് അപ്പം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ അതിന് മുമ്പ് LED ലൈറ്റ് ഇതിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുകയാണ്. ലൈറ്റ് ഇട്ടാലേ വെളിച്ചം കാണുകയുള്ളൂ. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെൻഷൻ റോള് കറക്റ്റ് ഈക്വലാക്കി വെക്കുക. അതായത് ഇതിൻ്റെ ബേസും ഇതുമായിട്ട് ഈക്വലാക്കി വെക്കുക. അതായത് ഇങ്ങനെ ഉണ്ടോ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഈക്വലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുണ്ട് കൈ, ഈ ടെൻഷൻ റോളിൻ്റെ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ ഹാൻഡ് ചെയ്ത് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യുക. കയ്യിൽ ഹോൾഡ് ചെയ്യുക. കയ്യിലേക്ക് ഹോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകിലുള്ള പിരി ലൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാക്സിമം സൂം ഇൻ ചെയ്ത് വയ്ക്കുക. മാക്സിമം സൂം ഇൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ടെൻഷൻ റോള് ലൂസ് ചെയ്യാൻ വേണ്ടി. മാക്സിമം ഇൻ. എന്നിട്ട് ഇത് അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ശരിയും കൂടെ ലൂസാക്കണം. എന്നിട്ട് ക്ലാരിറ്റി, അതായത് മാക്സിമം നല്ല ക്ലാരിറ്റി വരുന്നത് വരെ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് കയ്യിൽ ഹാൻഡ് ചെയ്തിട്ട് നോക്കുക. എൻ്റെ ഇവിടെ ക്ലാരിറ്റി ആയിട്ടുണ്ട് എനിക്ക്. അത് കഴിയുമ്പോൾ ടൈറ്റ് ചെയ്യുക. ബാക്കിൽ ടൈറ്റ് ചെയ്യുക. മെക്കാനിക്കിൻ്റെ മൈക്രോസ്കോപ്പ് അങ്ങനെ ചില മോഡലിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് നിലനിർത്തുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോസ്കോപ്പിൻ്റെ ഈ ടെൻഷൻ റോഡിൻ്റെ പുറകിലുള്ള പിരി ലൂസ് ചെയ്താൽ ഇതിങ്ങനെ കറക്കി മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. അപ്പം ഇതുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. നമുക്ക് ഇത് ഉള്ള മോഡലാണ്. ഇല്ലാത്ത മോഡൽ നമുക്ക് മൈക്രോസ്കോപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാക്കിലെ ഇതുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം സൂം ഇൻ ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് ക്ലാരിറ്റി, അതായത് നമ്മുടെ ടെൻഷൻ റോൾ കറക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റി ആയി വരും. ഇത് നല്ല, അതായത് നമുക്ക് കാണാവുന്ന രീതിയിലൊരു വിഷ്വൽ സൈസിലെടുത്തിട്ട് ഇത് ക്ലാരിറ്റി ആക്കുക. ഇതിൻ്റെ നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതായത് ഐ ലെന്ത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഐ വിഡ്ത്ത് കറക്റ്റാക്കി വയ്ക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഐ വിഡ്ത്ത് കറക്റ്റാക്കി കിട്ടുക. ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ കറക്റ്റാക്കി ഐ വിഡ്ത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് കണ്ണിലെ ലെൻസ്, അതായത് ഐ ലെന്ത്, അത് നമ്മൾ ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട്, അതായത് റൈറ്റ് കണ്ണ് അടച്ചു പിടിച്ചിട്ട് നമ്മൾ വേണം അത് സെറ്റ് ചെയ്യാൻ, നോക്കിയിട്ട് അതിൽ കറക്റ്റ് ക്ലിയർ ആക്കുക. എന്തോരം മാക്സിമം ക്ലിയർ ആയി കിട്ടുമോ അത്രയും ക്ലിയർ ആക്കുക. അത് ക്ലിയറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലെഫ്റ്റ് കണ്ണ് അടച്ചു പിടിച്ചിട്ട് റൈറ്റ് കണ്ണിൽ കൂടെ നോക്കുക. എനിക്ക് ലെഫ്റ്റ് കണ്ണ് അടച്ചു പിടിക്കാതെ എൻ്റെ കൈകൊണ്ട് ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതും ലെൻസ് ക്ലാരിറ്റി നല്ല ക്ലിയർ ആവുന്ന രീതി വരെ കണക്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിൻ്റെ അലൈൻമെൻറ്റ് ഇത് ശരിയായിട്ടുണ്ട്. അലൈൻമെൻറ്റ് കറക്റ്റായിട്ടുണ്ട്.
ഇപ്പം ഇത് ക്യാമറയുടെ ലെൻസിൻ്റെയാണ്. ഇത് ക്യാമറ ലെൻസിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് മൈക്രോസ്കോപ്പിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സൂം ഫുൾ ഔട്ട് ചെയ്താലും ഇൻ ചെയ്താലും ഇതിൻ്റെ ക്ലാരിറ്റി ബ്ലറായിട്ട് നിൽക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ടെൻഷനോട് കറക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റി ആയിട്ട് കിട്ടും. ഇത്രയും ഉള്ളൂ മൈക്രോസ്കോപ്പ് അലൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി, ഫോൺ കെയറിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.